മമ്മൂട്ടി ചേട്ടനും രേഖാചിത്രവും പിന്നെ എയും അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. രേഖാചിത്രം 2025 ജാനുവരി 9 ഈ ഒരു സിനിമ റിലീസായത്. ആ വർഷത്തെ ആദ്യത്തെ ബിഗ്ഗസ്റ്റ് ഹിറ്റ് ആയിരുന്നു രേഖാചിത്രം എന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ടാമത്തെ സൂപ്പർ ഹിറ്റ്. ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം നമ്മുടെ സോണി ലൈവിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഞാൻ ആ സിനിമ കണ്ടത് OTT വഴിയാണ്. അപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടൈറ്റിൽ തന്നെ ഏറ്റവും ആപ്റ്റാണ്. രേഖയുടെ ചിത്രം, അല്ലെങ്കിൽ ആരാണ് രേഖ എന്ന് അന്വേഷിച്ചു പോകുന്ന വിനോദ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും അത് കണക്ട് ചെയ്ത് പോകുന്ന രീതിയും ഗംഭീരമായിട്ടുണ്ട്. അതായത് ഈ ഒരു രേഖ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കാരണമായേക്കുന്നല്ല, കണക്ട് ചെയ്യുന്ന രണ്ട് സിനിമകളാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സിനിമ എഴുതിയ വ്യക്തി, രാമു സുനിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു സിനിമയുടെ കഥ എഴുതിയത്. അപ്പം രാമു സുനിലിന്റെ കഥയില് ജോൺ മന്ത്രികൾ എന്ന് പറഞ്ഞ വ്യക്തി തിരക്കഥ എഴുതിയാണ് സിനിമ വന്നത്. അപ്പം ഇങ്ങനൊരു കഥ, അതായത് കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമയും മുത്താരംകുന്ന് പിയ്യോ എന്ന് പറഞ്ഞ സിനിമയും കണക്ട് ചെയ്ത് ഇതുപോലൊരു ലെവലിൽ ഒരു കഥ എഴുതി ആ കഥയെ ജോഫിൻ ടി ചാക്കോ പ്രസന്റ് ചെയ്തേക്കുന്ന രീതി ഗംഭീരമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, രേഖാചിത്രം എന്ന് പറയുന്നത് ഒരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടത്. അതായത് അതിൽ അഭിനയിച്ച എല്ലാവരും, ആസിഫ് അലി തൊട്ട് അങ്ങോട്ട് വരുന്ന എല്ലാ കഥാപാത്രങ്ങളും ഗംഭീര പെർഫോമൻസ് ആണ്. അതുപോലെ ഓരോ സീക്വൻസും കണക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് മനോഹരമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സിനിമയിലെ എല്ലാ തലത്തിലും എന്താ പറയുക, എല്ലാ രീതിയിലും കണക്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന വ്യക്തിയാണ് സാക്ഷാൽ മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം വന്ന രീതി, അദ്ദേഹത്തെ പ്രസന്റ് ചെയ്ത രീതി, അത് ഞാൻ വിചാരിച്ചു മമ്മൂട്ടി തന്നെ വരുമെന്ന്. പക്ഷെ മമ്മൂട്ടിയല്ല വന്നത്. മമ്മൂട്ടിയുടെ ഏതൊരു രീതിയിലുള്ള ഒരു അവതരണം അത് ഗംഭീരമായിരുന്നു. ആ ഒരു സമയത്ത്, അതായത് മമ്മൂട്ടി വന്ന സമയത്തെ മ്യൂസിക് ഒരു രക്ഷയില്ലായിരുന്നു. മുജീബ് മജീദാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനും കണക്ട് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. അതുപോലെ അപ്പു പ്രഭാകറിന്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഓൾറെഡി റിവ്യൂ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടതാണ്, അല്ലെങ്കിൽ ഓൾറെഡി റിവ്യൂ ആണ്. എങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല, ഈ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുണ്ട്. അതായത് ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു കഥ കൊണ്ടുവരിക, ആ കഥയെ കണക്ട് ചെയ്ത് ജോഫിൻ ടി ചാക്കോ ആ ഒരു കഥയെ പ്രസന്റ് ചെയ്ത രീതി എല്ലാം മികച്ചിരി. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു ആവശ്യകത ഈ ഒരു സിനിമ, എസ്പെഷ്യലി ആ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കാം എന്നുള്ള രീതി. അപ്പൊ മൊത്തത്തിൽ ഏറ്റവും മികച്ച ഒരു അനുഭവമാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ തന്നത്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ തന്നെയാണ്. എയുടെ ഒരു ഇമ്പാക്ട്. മമ്മൂട്ടിയെ ആ ഒരു കാതോട് കാതോരം സിനിമയിലെ മമ്മൂട്ടിയെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് എടുത്തു പറയേണ്ടതാണ്. നമ്മളെപ്പോഴും പറയും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രിയാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രി അല്ല. ക്വാണ്ടിറ്റി വൈസ് ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യൻ സിനിമ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനുള്ള ഇഷ്ടം പോലെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട് നമ്മൾ. ഈ കഴിഞ്ഞ വർഷം പോയ വർഷങ്ങളെല്ലാം അതെല്ലാം കണ്ടതാണ്. ഇപ്പം മിന്നൽ മുരളി തൊട്ട് പല സിനിമകളും നമ്മൾ കണ്ടതാണ്. നമുക്ക് ഉതകുന്ന ബഡ്ജറ്റിൽ ഗംഭീരമാക്കുകയാണ് മലയാളം സിനിമ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ എയിൽ മമ്മൂട്ടിയെ റീക്രിയേറ്റ് ചെയ്തൊക്കെ മറ്റു ഭാഷകളിൽ അല്ലെങ്കിൽ മറ്റു ഭാഷ സിനിമകളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇതിനു മുമ്പ് പല ഭാഷകളായിട്ട് കൊണ്ടുവന്നാണ്. ഇപ്പം ഗോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വിജയകാന്തിനെയൊക്കെ അവതരിപ്പിച്ച രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വിജയിയുടെ പഴയ കാലം കൊണ്ടുവന്നു. ഇങ്ങനാണോ? അല്ല 5 കോടി 6 കോടിയൊക്കെ മുടക്കിയാണ് അതിനകത്ത് ഇമ്പാക്ട് ചെയ്ത് അങ്ങനെ ഒരു രൂപം വന്നത്, അല്ലെങ്കിൽ ആ വിജയുടെ പഴയ കാലം കൊണ്ടുവന്നത്. ആ എയുടെ ഇമ്പാക്ട് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ദുരന്തമായ ഇന്ത്യൻ 2 നമ്മുടെ സാക്ഷാൽ നെടുമുടിയുടെ ചേട്ടനെ കൊണ്ടുവന്നത് രീതി, അത് നമ്മൾ കണ്ടതാണ്. നന്ദു പൊതുവാളാണ് അതിനകത്ത് ആ ഒരു നമ്മുടെ നെടുമുടി ചേട്ടന് വേണ്ടി പ്രസന്റ് ചെയ്തു. പക്ഷെ ചെയ്തപ്പോൾ മൊത്തത്തിൽ കുളവായി. പിന്നെ കൽക്കിയിൽ നമ്മുടെ അമിതാഭ് ബച്ചനെ കൊണ്ടുവന്ന രീതി അത് ഗംഭീരമായിരുന്നു. അത് മനോഹരമായിട്ട്, അത് മോശമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രി, തമിഴ് തെലുങ്ക് ഹിന്ദി എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇതില് ഈ എയുടെ ഇമ്പാക്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു രക്ഷയില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ബഡ്ജറ്റ്, ഇന്റൻഷൻ ഏതാണ്, ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിനെ ബേസ് ചെയ്താണ് ഇതുപോലൊരു സ്റ്റഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ നിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളം സിനിമ ഒരു ചെറിയ ഇൻഡസ്ട്രി അല്ല. മലയാളം എന്ന് പറയുന്ന ഒരു ചെറിയ രീതിയിലല്ല, വൈഡ് ഇൻഡസ്ട്രി തന്നെയാണ് ക്വാളിറ്റി വൈസിൽ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള വേണു കുന്നപ്പള്ളിയുടെ ഒരു ഇന്റർവ്യൂ
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്ന സെലിബ്രേഷന്റെ കാര്യങ്ങളും അതുപോലെ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ARMനെ പറ്റി കണക്ട് ചെയ്ത് അദ്ദേഹം പറയുണ്ടായി, ഏകദേശം ഒരു 50 കോടിയോളം രൂപയാവും ARM പോലൊരു സിനിമ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷേ ജിതിൻലാൽ അതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 50 കോടി രൂപ ഉണ്ടെങ്കിൽ 2 ARM ഞാൻ ചെയ്യാമെന്ന്. അതാണ് ആ സംവിധായകന്റെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ മേക്കിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ചുമ്മാ പൈസ വാരി എറിയുന്നതിലല്ല, അതിന്റെ ക്വാളിറ്റിയും ഇന്റൻഷൻ തന്നെയാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ നില നോക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമ ഗംഭീരം തന്നെയാണ്. അപ്പം എയുടെ ഒരു എന്താ പറഞ്ഞ അതിന്റെ കറക്റ്റ് യൂട്ടിലൈസേഷൻ ചെയ്ത സിനിമയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, തന്നെ പിന്നെ എത്ര രീതിയിലാണെങ്കിലും എടുത്തു പറയാൻ പറ്റത്തില്ല. അപ്പം മമ്മൂട്ടി ചേട്ടനെ പ്രസന്റ് ചെയ്ത രീതിയും എയുടെ യൂട്ടിലൈസേഷനും എല്ലാം കൃത്യമായി എടുത്തു വെച്ച സിനിമയാണ് രേഖാചിത്രം. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം സിനിമയെ പറ്റി പറയുമ്പോൾ ഇതിനെപ്പറ്റി തന്നെ എടുത്തു പറയണം. ഈ കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഇത് തന്നെയായിരിക്കും. ഓൾറെഡി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സിനിമ OTT വമ്പൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ഭാഷകളിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ ഇമ്പാക്ട് തിരിച്ചറിഞ്ഞ് വീണ്ടും മലയാള സിനിമയെ പുകഴ്ത്തുന്നു. അപ്പൊ ഇതാണ് മലയാള സിനിമ. ഇത് തന്നെയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഇതുപോലുള്ള സിനിമകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ എന്താണ്? ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആ കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.